ഗൈസ്, വെൽക്കം ടു ക്യൂട്ട് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഗൈസ്, ഈ ഡെസ്കിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്ന ഡെസ്ക് മേക്ക് ഓവർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ക്യാമറയ്ക്ക് നല്ല ആട്ടമുണ്ട് ഗൈസ്, നിൽക്കുന്നില്ല. ഇപ്പോൾ സെറ്റായി. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ തുടയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അയ്യോ, ക്യാമറ പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ആട്ടമുണ്ട് ക്യാമറയ്ക്ക്. തുടയ്ക്കേണ്ട ആവശ്യം യാതൊന്നും തന്നെ ഇല്ല. കാരണം ഏട്ടൻ വരുമ്പോൾ ലാപ്പൊക്കെ വയ്ക്കുമ്പോൾ തുടച്ചിട്ടാണ് പോയത്. കണ്ടോ, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടി ഈ കൊട്ട വൃത്തിയാക്കലാണ്. മൊത്തം കമത്താം. ഇതിൽ കുറേ അല്ലറച്ചില സാധനങ്ങളുണ്ട്. പർപ്പിൾ ജാക്കറ്റ് മൊത്തം ഞാൻ ഇതിനാണ് കൊട്ടിയിരിക്കുന്നത്. കണ്ടോ, അതിലെ പാറ്റേൺ പേപ്പേഴ്സും പിന്നെ ഫോട്ടോ പോസ്റ്റേഴ്സ്, വാൾ പോസ്റ്റേഴ്സ്, ഫോട്ടോ സ്ട്രിപ്സ്, അങ്ങനെ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ എൻവലപ്സ്, മെമ്മോ പാഡ്, പിന്നെ നെയിം സ്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട് ഗൈസ്. ഇത് ഞാൻ മേടിച്ചിട്ട് അധികം ഒന്നും ആയിട്ടില്ല. ഉണ്ടോ കവായി, ഇത് ബസ്സിൻ്റെയാണ്. ഇത് ബസ്സാണ് കേട്ടോ. പിന്നെ എനിക്ക് കവായി ഗേളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കവായി സ്റ്റിക്കേഴ്സ്, പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ പർപ്പിൾ ജാക്കറ്റിലത്തെ സ്റ്റിക്കേഴ്സ് മൊത്തം ഞാൻ ഇതിലാണ് വെച്ചേക്കുന്നത്. ഉണ്ടോ, ആ സ്റ്റിക്കേഴ്സും ഫോട്ടോസും സ്റ്റിക്കേഴ്സും മൊത്തം ഉണ്ട് ഇതിൽ. ഉണ്ടോ, പിന്നെ നമ്മുടെ പർപ്പിൾ ജേർണൽ ബുക്കും. അതിൽ ഞാനിപ്പം അങ്ങനെ ജേർണലിംഗ് ഒന്നും ചെയ്യാറില്ല. അന്ന് കിട്ടിയതിൻ്റെ ആവശ്യത്തിൽ അന്ന് ചെയ്തു. പിന്നെ ഞാനിതിൽ തുറന്നു നോക്കിയിട്ടില്ല ഈ ഒരു ബുക്ക്. കണ്ടോ, അങ്ങനെ കഴിയും. ജൂൺ ജേർണലിംഗ് ചെയ്തതാണ്, പിന്നെ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ 2 വാഷി ടാപ്പ്, ഗ്ലൂ, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഗ്ലൂവിൻ്റെ ഒന്നും ഇതിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ വലിയൊരു കളർ കിറ്റിട്ട്, പിന്നെ കൊട്ട നമ്മൾക്ക് വൃത്തിയാക്കാണ്ട്. അതിൽ മൊത്തം കുറേ നാളായി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട്. സ്കൂള് പൂട്ടി മെയ് മാസം എടുത്ത് വെച്ചതാണ് ഈ കൊട്ടയിൽ. അതുകൊണ്ടിപ്പം നല്ല ഡേർട്ടി ആയിട്ടുണ്ട്, നല്ല ഡസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊത്തം ഒന്ന് തുടച്ചെടുക്കണം. കണ്ടോ, തുടച്ചപ്പോൾ എന്ത് നല്ല പുതിയ കൊട്ട പോലെ. നേരത്തെ കോലം നിങ്ങൾ കാണണമായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഡസ്റ്റിൻ്റെ കൂമ്പാരം ആയിട്ട് കൊട്ടയെ നമുക്ക് പ്രസ്താവിക്കാമായിരുന്നു. അപ്പോൾ കൊട്ട അകവും പുറവും മൊത്തം ഒന്ന് സോപ്പ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, കൊട്ട സെറ്റായി. അധികം ഒന്നും വെള്ളം സോപ്പ് വാട്ടർ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഗൈസ് ഉണങ്ങി കിട്ടുന്നുണ്ട് ഭാഗ്യം. പിന്നെ ഉണ്ടോ, ഉപയോഗിച്ചതിൻ്റെ കളറൊക്കെ മങ്ങിയതല്ല പോയതാണ്. ഇതൊക്കെ പൊട്ടി ഗൈസ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുറക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് വേറിട്ട് വന്നിട്ടുണ്ട് ഭാഗ്യം. അങ്ങനെ ഗൈസ് മൊത്തം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൽ പഴയ പോലെ അറേഞ്ച് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇതുപോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു ടീം. ഇതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഇതുപോലെയുള്ള കുറച്ച് നല്ല നല്ല ഫോട്ടോസ് ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെ. പിന്നെ എന്തോ അടിയിൽ എഴുതിയിട്ടൊക്കെ എനിക്ക് ക്യാമറയിൽ കണ്ടുപിടിക്കുന്നില്ല ഗൈസ്. ഇത് പിന്നെ ബ്ലൂബെറി നൈറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഇതൊന്നും ഞാൻ ചെയ്തതല്ല കേട്ടോ, ഇതൊക്കെ പർപ്പിൾ ജേർണൽ കിട്ടുന്ന കിട്ടിയ ഫോട്ടോസാണ്. അങ്ങനെ കുറച്ചധികം ഫോട്ടോസ്. ഇത് നമുക്ക് അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. പിന്നെ ഗൈസ് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഉണ്ട്. ഉണ്ട് വാൾ പോസ്റ്റേഴ്സും
പിന്നെ മറ്റേത് എന്താ പറയുക, പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ അത് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻവലപ്സ് ഉണ്ട്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ സ്ട്രിപ്സ് ആണ് സെക്കൻഡ് വെക്കുന്നത്. മെമ്മോ പാഡ് ഗൈസ്, പിന്നെ മെമ്മോ പാഡ് നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം അതും വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാമ്പ്, പിന്നെ കുറേ അധികം സ്റ്റിക്കേഴ്സ്. എനിക്കിവിടെ സ്റ്റിക്കേഴ്സിന് ഒരു ക്ഷാമമില്ല ഗൈസ്, എവിടെ നടന്നാലും സ്റ്റിക്കേഴ്സാണ്, അതുകൊണ്ട് സ്റ്റിക്കർ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ബാർബിയുടെ ആണോ, അതെ ഗൈസ്, ബാർബിയുടെ ഒരു വലിയ ഷീറ്റ് നെയിം സ്ലിപ്പ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, പാറ്റേൺ പേപ്പർ, വീണ്ടും സ്റ്റിക്കേഴ്സ്. ഇന്ത്യയിൽ സ്റ്റിക്കേഴ്സിൻ്റെ കൂമ്പാരമുണ്ട്. 2 വാഷി ടേപ്പ്, വീണ്ടും പാറ്റേൺ പേപ്പേഴ്സ്, വീണ്ടും സ്റ്റിക്കേഴ്സ്, വീണ്ടും സ്റ്റിക്കേഴ്സ്. ആൻഡ് ഈ ഒരു വലിയ കളർ ഞാൻ ഇതിലാണ് വയ്ക്കാറ്. ഇതിലത് ഭയങ്കര നല്ല സ്പേഷ്യസ് ആയ കൊട്ടയാണ്, അത് കാരണം നല്ല രസമാണ് ഇങ്ങനെ ഓരോന്ന് ഒതുക്കി വയ്ക്കാൻ. ഓക്കെ, അപ്പം അങ്ങനെ കൊട്ട സെറ്റായിട്ടില്ല. ഇനി സ്കെച്ച് പെൻസൊക്കെ വെക്കണം അതിൽ. അപ്പോൾ ഗൈസ്, സ്കെച്ച് പെൻസ് ഇതിൽ തിരഞ്ഞ് എൻ്റെ ഉപ്പാടലല്ല. അങ്ങനെ ഗൈസ് തിരഞ്ഞ് സ്കെച്ച് പെൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊട്ട കഴിഞ്ഞു ഗൈസ്. അയ്യോ, ഇവിടെ ഇതിനെ അടപ്പൊക്കെ വിട്ടു, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്താ അടയ്ക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ കൊട്ട സെറ്റായി. അങ്ങനെ കൊട്ട സെറ്റായിട്ടുണ്ട്. ഇനി ബുക്സാണ്. ബുക്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത്. അതിനിപ്പോൾ പിന്നെ പറയാം ഗൈസ്. ആദ്യം ഇനി ഗ്ലൂ സാധനങ്ങൾ ഒക്കെ ഒതുക്കി വയ്ക്കാൻ ഒരു പെട്ടി വേണം. അതിന് പെട്ടി ഒന്നുമില്ല, ഈ ഒരു പേപ്പർ ഗ്ലാസ് ആണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ പിന്നെ പേപ്പർ ഗ്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം ഞാൻ ഈ ഒരു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയാത്ത ഈ ഒരു പശയുണ്ട്. ഇതിൻ്റെ വലുതും ഇതിൻ്റെ ചെറുതുമാണ്. അപ്പോൾ അത് ഒന്നിൽ വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇനി അത് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു പേപ്പർ ഗ്ലാസ് എടുക്കണം. അത് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ടൊന്നല്ല ഗൈസ്, ഇതിലൊന്ന് എഴുതിയത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കൂ. മണി സേവർ ബോക്സ്, ഇതിൽ ഞാൻ ചില്ലറ പൈസ ഇട്ടേക്കാനാക്കിയതായിരുന്നു. ഇപ്പോൾ വേറെ ഒരെണ്ണം ഉണ്ട്, അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് 2 എണ്ണമാണ്. ഫെവിക്കോളിൻ്റെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോച്ച്. അപ്പോൾ ഗൈസ് ഇത് എടുത്തു ഞാൻ. പിന്നെ എന്താ പറയുക, എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ബട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ് ആ ഒരു പെട്ടി സെറ്റായി. ഇനി ഈ ഒരു പെട്ടിയാണ് പൊടി പിടിച്ച് പൊടി തട്ടിക്കൊടന്ന് വെച്ചതാണ് ഗൈസ്. ഇതിലാണെങ്കിൽ കുറേ സാധനമുണ്ട്. ആ ചാടിയത് ഡയറി മിൽക്ക് ഒന്നല്ല ഗൈസ്, അതിൻ്റെ ഡപ്പ മാത്രമാണ്. ഇത് കണ്ടോ, ഇതൊരു സ്ക്വിഷിയാണ് കണ്ടോ, ഇങ്ങനെ അമരണ്ടാണ്, ഉള്ളിലൊക്കെ മൊത്തം പഞ്ഞിയാണ്. ഇത് ബുക്ക് മാർക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ 3 അറകളുണ്ട്. ഇത് നമ്മൾ DIY ആയിട്ട് ചെയ്തതായിരുന്നു. 3 അറകളുണ്ട്. ഫസ്റ്റ് ഈ ഒരു അറയിൽ ഞാൻ ഇതുപോലെയുള്ള ഇത് നോട്ട് പാഡാണ് ഗൈസ്, ടു ഡു ലിസ്റ്റും മെമ്മോ പാഡ്, സ്റ്റിക്കി നോട്ട്സ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഈ മെമ്മോ പാഡ് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കി നോട്ട് അത് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഈ സ്ട്രോബെറി ടു ഡു ലിസ്റ്റ്, പിന്നെ അത്ര തന്നെ ഉള്ളൂ ഗൈസ്. പിന്നെ കുറച്ച് അൽക്കുലിത്ത സാധനങ്ങളാണ് അടുത്തതിൽ. ബുക്ക് മാർക്സ് ആണ്. ഇതായി ഒരു ബുക്ക് മാർക്ക്, പിന്നെ ഈ ഒരു ബുക്ക് മാർക്ക്, ഈ ഒരു പാണ്ടയുടെ ബുക്ക് മാർക്ക്, പിന്നെ ഇതൊരു ബുക്ക് മാർക്കാണ്. അപ്പോൾ അത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഗൈസ് മൊത്തം നോട്ട് പാഡ്സ് ആണ്. ഇത് എനിക്ക് സ്റ്റേഷനറി സെറ്റിൽ നിന്ന് കിട്ടിയ ഒരു നോട്ട് പാഡായിരുന്നു.
അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കിയുള്ള എല്ലാം നമ്മൾ DIY ആയിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ എന്താ പറയുക പൊതിച്ചിൽ വെച്ച് ചെയ്തതാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബുക്ക്. പിന്നെ ഇത് ക്യാൻഡി ബുക്ക് പറഞ്ഞിട്ട് എനിക്ക് പെയിൻറ്റിങ് ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബുക്കുണ്ട്. പിന്നെ ചെറിയ ബുക്ക്, ഇതൊക്കെ എനിക്ക് സ്കൂളിലേക്ക് ഹോംവർക്കൊക്കെ എഴുതാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരെണ്ണം ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ ഹോംവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണത്. ഒക്കെ കഴിയാറായി. നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് ഇതാക്കണം. അങ്ങനെ ആ ഒരു പെട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനെയും അങ്ങോട്ട് കയറ്റി വെച്ചു. ഇനി അടുത്ത പെട്ടി ഈസ് ദിസ് പെട്ടി എന്ന് പറയാനാണെങ്കിൽ ഇതിൽ മൊത്തം കച്ചറ സാധനങ്ങളാണ്. ഇതിൽ കുറേ എന്താ പറയുക ആവശ്യമില്ലാത്തതുണ്ട്, ആവശ്യമുള്ളതുണ്ട്. ഇത് പൗച്ചാണ്, ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നതാണ്. ഇതിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച സ്കൂളിൽ നടന്നില്ല, തേഴ്സ്ഡേ അതായത് വ്യാഴാഴ്ച കൊണ്ടുപോയ പൗച്ചാണിത്. അതിന് പിന്നെ ഒരു സാധനം ഞാൻ അനക്കിയിട്ടില്ല. അപ്പോൾ അതിലാണ് ഇതിലത്തെ പകുതി സാധനങ്ങളും. ഓക്കെ, അപ്പം അതൊക്കെ കൊട്ടി അപ്പം ഞാൻ കൊട്ടിയപ്പോൾ ഹെഡ്സെറ്റ് കിട്ടി ഗൈസ്. മൈ ഹെഡ്സെറ്റ്, ഇതെൻ്റെ സ്വന്തം ഹെഡ്സെറ്റാണ്. ഇതൊക്കെ കേട് വന്നു, ഇത് ഏട്ടൻ്റെ ആയിരുന്നു. അങ്ങനെയല്ല ഗൈസ്, കേട് വന്നു മീൻസ് കേൾക്കാനൊക്കെ നല്ല സൗണ്ടുള്ള ഹെഡ്സെറ്റാണ്. ഈ അടപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട് വന്നു. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ ഏട്ടന് പുതിയത് വാങ്ങിച്ചു ഹോസ്റ്റലിൽ കൊണ്ട്, അപ്പോൾ ഇതെനിക്ക് തന്നു. ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ഇത് മുകളിൽ ഞാൻ ഇന്നലെ ക്ലാസ് കാണാൻ പോയപ്പോൾ പൗച്ചിലിട്ടാന്ന് തോന്നുന്നു. പൗച്ചിലിടാറില്ല ഞാൻ സാധാരണ ഒരു പെട്ടിയിലാണ് ഇടാറ്. ഹെഡ്സെറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ആട്ടം ഉണ്ട്. ഇതാണ് എൻ്റെ സ്കൂൾ പൗച്ച്. നിങ്ങൾക്ക് ഞാൻ ബാഗ് പാക്കിംഗ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പെട്ടി ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വേണം. നമ്മൾ ഈ ഒരു ഫസ്റ്റ് കള്ളിയിൽ റബ്ബർ കാര്യങ്ങളൊക്കെയാണ് വയ്ക്കുന്നത്. ആദ്യം ഞാൻ ഈ ഒരു പേന റബ്ബറാണ് വയ്ക്കുന്നത്. ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ കളർ മാറ്റി വരും. ഇതിങ്ങനെ അടിയിൽ കൂടെ കൊടുക്കുക, അപ്പോൾ അടുത്ത കളർ ഇങ്ങനെ വരും. അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഇതെൻ്റെ LKGയിലത്തെയാണ് കേട്ടോ, എൻ്റെ സേവിങ്സാണ് ഇതൊക്കെ. അപ്പോൾ അത് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടർ റബ്ബറൊക്കെ ഒരേ കള്ളിയിലാണ് കേട്ടോ. ഇതെന്താണ് ഇതിൻ്റെ യൂസ് എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പിടിച്ച് മായ്ക്കാനാണെന്നാണ് തോന്നുന്നത്. ഒന്ന് പറയൂ കേട്ടോ. ഞാൻ റബ്ബർ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാമ്പ് എൻ്റെ പേരിലൊരു റബ്ബർ. പിന്നെ ഇത് ഞാൻ സ്വയം റബ്ബർ കവറൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഉള്ളിട്ട് വയ്ക്കുന്ന റബ്ബർ. അതിൻ്റെ തന്നെ കോംബോ കട്ടറുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്, കോംബോയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം കട്ടർ റബ്ബറും. പിന്നെ ഗൈസ് ഇക്കൊല്ലം വാങ്ങിയിട്ടുള്ള ഈ റബ്ബറും കട്ടറും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങണത്. കണ്ടിട്ട് എൻ്റെ ഇഷ്ടം പോലെ കൈയും കാലും പിടിച്ച് കൊല്ലാണ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു റബ്ബറും ഈ ഒരു കട്ടറും എനിക്ക് സ്റ്റേഷനറി സെറ്റിൽ നിന്ന് കോംബോ ആയിട്ട് കിട്ടിയതായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് കുഞ്ഞി കട്ടർ. അങ്ങനെ പെൻസിൽ ആൻഡ് റബ്ബേഴ്സ് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഇതിൽ ഞാൻ കുറച്ച് ജോമെട്രിക്കൽ ബോക്സ് വെറുതെ എനിക്ക് എടുക്കാൻ മടിയാണ്. അപ്പോൾ ഞാൻ പൗച്ചിൽ വേറെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി. ഏട്ടൻ്റെ 5ാം ക്ലാസ്സിലത്തെ ജോമെട്രിക്കൽ ബോക്സിലത്തെ കുറച്ച് പൊട്ടിയ സാധനങ്ങളൊക്കെയാണ്. അത് പക്ഷേ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണ്. ഒരു പ്രൊട്രാക്ടർ ഉണ്ട്, ഒരു സെറ്റ് സ്ക്വയർ, ട്രയാങ്കിൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത കളിയിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ലൈറ്ററാണ് ക്യാൻഡിൽ കത്തിക്കാൻ. പിന്നെ സ്ലേറ്റ് പെൻസിൽ. ഇതെന്തുമായിരുന്നു? ഇതെൻ്റെ സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ ഒരു നോട്ടായിരുന്നു. ഒന്നും കണ്ട. ഇതാണ് ഞാൻ നേരത്തെ ആ ഒരു പെട്ടി ബുക്ക് ഒതുക്കി വയ്ക്കുമ്പോൾ കാണുന്നത്. ഇത് കണ്ടോ, എൻ്റെ സ്കൂളിലത്തെ
ഹോംവർക്കൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു നോട്ട്ബുക്കാണ്. ഇവിടെ ഒരു ബട്ടർഫ്ലൈനായിരുന്നു ഒട്ടിച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായില്ല. പിന്നെ എപ്പോഴും പറഞ്ഞു പോരുന്നുണ്ട് പേപ്പറിൽ ഒട്ടിച്ചപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ മാറ്റിയിട്ട് ലവ് ആക്കി, ഹേർട്ടാക്കി. അങ്ങനൊരു ബുക്ക് നമുക്ക് ഇതിലിട്ടേക്കാം. ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രയോണ്ട് ഒരു കുഞ്ഞു പൊട്ടുണ്ട്, അതും ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെന്നിൻ്റെ ടോപ്സ്. ഇത് കണ്ടോ, ഞാൻ ആദ്യം ക്ലേ ഉണ്ടാക്കി ഫ്ലോപ്പ് ആയതാണ്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കണതാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ. പിന്നെ ഇതും ഞാൻ വയ്ക്കട്ടെ. ഇതിൽ ആകെ ഒരെണ്ണത്തിൽ മാത്രമേ മോനേ ഉള്ളൂ. ഏതിനായിരുന്നു? അതാ കണ്ടോ, ആ ഒരെണ്ണത്തിന് മാത്രം മോനേ ഉള്ളൂ. അപ്പം അതും വെച്ചെടുത്തു. സ്വാഹ, അതും അങ്ങനെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഇതൊന്ന് സെറ്റായി. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതും ഒരു ഇതും. പിന്നെ എനിക്ക് പ്രിങ്കിൾസിൻ്റെ ഒരു ഡപ്പ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു അത്? ഒരു പ്രിങ്കിൾസ് പറഞ്ഞത് വേറൊന്നല്ല ഗൈസ്, വാട്ടർ കളറാണ്. ഇതിൻ്റെ അടപ്പ് എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു. ഇതിൻ്റെ അടപ്പിന് ഇപ്പോൾ തിരഞ്ഞെടുക്കണം. അതെ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. എവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ ഓർമ്മ വന്നിട്ട് അതിൻ്റെ അടപ്പൊക്കെ കിട്ടി, സെറ്റാക്കി. ഇതുപോലത്തെ വാട്ടർ കളറ് എല്ലാവരുടെ അടുത്തും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയില്ല ഒരെണ്ണം. അങ്ങനെ വാട്ടർ കളറ് അതും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ക്രയോൺ ഞാൻ ഇപ്പോൾ വയ്ക്കുന്നില്ല, ക്രയോണൊക്കെ അടിക്കട്ടെ. പിന്നെ ഗൈസ് ജോമെട്രിക്കൽ ബോക്സ് ഇതിവിടെ വെക്കാൻ ഉള്ളതാണ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്കൊരു പെൻ ഹോൾഡർ ഉണ്ടായിരുന്നു. ക്യൂട്ട് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇത് പോക്കറ്റാണ്. അവിടെ ഞാൻ ബുക്ക് മാർക്സാണ് വയ്ക്കാറ്, പക്ഷെ ഇപ്പോൾ ഞാൻ ഒന്നും വയ്ക്കാറില്ല. അവിടെ പ്ലെയിനായിട്ട് കിടന്നോട്ടിയാൽ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഒരു പോക്കറ്റാണ്. പോക്കറ്റൊക്കെ ഉള്ള ഒരു പെൻ ഹോൾഡർ. ഇത് ഞാൻ DIY ആയിട്ട് ചെയ്തതായിരുന്നു. ഈ വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങുന്നേക്കാളും മുമ്പ്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആണ് വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ഹെലോ കിറ്റീൻ്റെ ഒരു പെന്നായിരുന്നു. ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ പെൻസൊക്കെ ഞാൻ വേറെയാണ് വയ്ക്കുക. അപ്പോൾ ഒരു ഹെലോ കിറ്റിയുടെ മൾട്ടി കളേർഡ് പെന്നുണ്ട്. ഇതൊക്കെ എന്താ ഒരു പെന്ന്. പിന്നെ ഗൈസ് ഇത് ഞാൻ കൊട്ടിയൂരല്ല, ഞാൻ എവിടെ ഡാൻസ് ക്ലാസ്സിന് ടൂർ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു, തുമ്പൂർ മൊഴി ഡാമിലേക്ക് പോയപ്പോൾ. ഇത് കണ്ടോ, കണ്ണാടി ഉണ്ട്, ചീർപ്പുണ്ട്. ഇതുവരെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. കണ്ടോ, അതിൻ്റെ അറ്റത്തുള്ള സാധനം പോലും ഞാൻ കളഞ്ഞിട്ടില്ല. എനിക്ക് അത്രയും പ്രിഷ്യസാണ്. എന്നാന്നാവോ അടിച്ചു പോവുക, അത് വേറെ കാര്യം. യൂസ് ചെയ്തിട്ടല്ല കേട്ടോ, യൂസ് ചെയ്യാതെ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് പെൻസ് ഞാൻ ഉണ്ടാക്കിയത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. ഉണ്ട്. പിന്നെ ഇതൊരു കണ്ണാടി, ഇതിങ്ങനെ തിരിക്കുന്നതാണ്. എൻ്റെ നിന്ന് അറിയാതെ ഒന്നും നിലത്തുകൊണ്ട് സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കണ്ണാടി. പിന്നെ സ്കെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. റെഡിങ്, ബ്ലാക്കിങ്, വീണ്ടും ഒരു ബ്ലാക്കിങ്, പിന്നെ ഒരു പെൻസില്, പിന്നെ വേറൊരു കളർ പെൻസിൽ. അങ്ങനെ കുറച്ച് നമ്മുടെ പെൻ ഹോൾഡറും സെറ്റായി. ഇനി നമ്മുടെ ഫയൽസാണ്. എൻ്റെ ഒരു ഫയൽ ഞാൻ മാറ്റി, ഇതെല്ലാം മാറ്റി. ഇത് ഞാൻ എന്തെങ്കിലും ഡേയ്സൊക്കെ ഉണ്ടാകുമ്പോൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. എൻ്റെ സ്കൂൾ ഫയൽ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് കാണിച്ചു തരാം. അതാണ് ഇത് ഗൈസ്. ഇതിലൊരെണ്ണം പോസ്റ്റർ വയ്ക്കുന്ന ഫയലിലേക്ക് മാറ്റാനുണ്ട്. കാരണം ഇത് കണ്ടോ, ലോഹ ഡ്രഗ്സ് നിരോധിത ദിനം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ഞാൻ വരച്ച ഒരു പോസ്റ്ററായിരുന്നു. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള. അപ്പോൾ അത് ഞാനൊന്ന് ഇതിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഇനിയും യൂട്യൂബ് ജേർണലിംഗ് തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ ഗൈസ്? അങ്ങനെയുള്ളവർക്കൊക്കെ വീണ്ടും തുടങ്ങിക്കോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളും ആൻഡ്
നല്ലതായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കണേക്കാളും മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു ജേർണലിങ്. എൻ്റെ ഒരു ഫസ്റ്റ് ജേർണലിംഗ് ബുക്ക് കഴിഞ്ഞു. സെക്കൻഡ് ബാച്ച് ജേർണലിംഗ് ബുക്ക് പകുതിയായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അത്രയൊക്കെ ശ്രദ്ധിക്കുക. നിൽക്കും തുടങ്ങിക്കൂടെ? അപ്പോൾ ഗൈസ് ഇനി എന്താണ്, ഞാനിങ്ങനെ ഓരോന്ന് ആ ഒരു ടൈമിൽ ഓർത്തെടുക്കുകയാണ്. എനിക്കിത് ഓർമ്മയൊന്നും വെച്ചിട്ടില്ല ഞാനിത് ഓരോന്നും ചെയ്യണത്. യെസ് ഗൈസ്, പിന്നെ നമുക്ക് ബുക്ക് ഉണ്ട്, ബുക്ക് വേണം. അപ്പോൾ ഗൈസ് ഇനി നമുക്കിതൊക്കെ ഒതുക്കി വയ്ക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഒതുക്കി വയ്ക്കൽ തുടങ്ങാം. ഫസ്റ്റ് ആ ഒരു അറ്റമാണ്, അറ്റം പിടിച്ച് നമുക്ക് പതുക്കെ തുടങ്ങാം. ഓക്കെ ഗൈസ്, ആ ഒരു അറ്റത്ത് ഞാൻ ആദ്യം കാണിച്ച ഒരു ചുവപ്പ് പെട്ടിയായിരുന്നു. അല്ല, ചുവപ്പ് പെട്ടി തന്നെയാണ് അവിടെ വെക്കണത്. അപ്പോൾ ഈ ഒരു ചുവപ്പ് പെട്ടി ആ അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു അറ്റത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഇങ്ങനെ വെക്കണോ അതോ ഇങ്ങനെ വെക്കണോ? കൺഫ്യൂഷൻ. ഇങ്ങനെ വെക്കാം. പിന്നെ ഗൈസ് എൻ്റെ ബുക്സാണ് വെക്കുന്നത്. ഇതൊക്കെ എൻ്റെ ബുക്സ് ആണ്. ഓക്കെ, ഞാൻ എല്ലാ ബുക്കും ഒരേ ഇതിലൊന്നല്ല വയ്ക്കുക. ഞാൻ പല പല ഓർഡറിലാണ് വയ്ക്കുക. കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കിട്ടിയ വിഷയം അവരൊന്ന് മുകളിലായിട്ടല്ലേ വയ്ക്കുക. എനിക്കൊരു ഓർഡർ ഉണ്ട്, എടുക്കുമ്പോഴും കിട്ടുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ബുക്കുകൾ അധികവുമുണ്ട്. 3 സെക്ഷനായിട്ടാണ് ഞാൻ ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ബുക്സ് അറേഞ്ച് ചെയ്യാം. വേറൊന്നുമല്ല ഗൈസ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഫസ്റ്റ് ഞാൻ മലയാളമാണ് വെക്കാറ്. അയ്യോ ഗൈസ്, ഒരു ബുക്ക് താഴെപ്പോയി, കുഴപ്പമില്ല. ഫസ്റ്റ് മലയാളമാണ് ഞാൻ വയ്ക്കാൻ. മലയാളം ഇങ്ങനെ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കും. അത് എൻ്റെ വേറൊരു ഹോബിയാണ്. ഗൈസ് ഉണ്ട് മലയാളം. അയ്യോ, ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാം നിങ്ങൾക്ക്. മലയാളം ഫസ്റ്റ് വയ്ക്കും. പിന്നെ വയ്ക്കുക, എനിക്കൊന്ന് മാറ്റട്ടെ, ഒരു മിനിറ്റ്. മലയാളം ഫസ്റ്റ് വയ്ക്കും. പിന്നെ ഞാൻ വയ്ക്കുക മാത്സ് ആണ്. പിന്നെ മാത്സ് കണ്ടോ, മാത്സ് വയ്ക്കും. പിന്നെ ഇംഗ്ലീഷ് വയ്ക്കും. ഇംഗ്ലീഷ് എനിക്ക് കണ്ടാൽ വേറെ തിരിച്ചറിയാം ഗൈസ്. കണ്ടോ, അടിയിൽ ഇതുപോലെ സ്റ്റിക്കർ, ഹണിബിയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യോ, ക്യാമറ ഗൈസ് ഇന്ന് എന്താണെന്നാവോ കള്ള് പിടിച്ചെന്ന് തോന്നുന്നു, ചെറിയൊരാട്ടം. അപ്പോൾ തേർഡ് ഞാൻ ഇംഗ്ലീഷാണ് വയ്ക്കുക. ഫോർത്ത് പറയാനാണെങ്കിൽ ഞാൻ ബേസിക് സയൻസ് ആണ് വയ്ക്കുക. ഇതിൽ ബേസിക് സയൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് പടക്കെ ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ബേസിക് സയൻസ് കാണാനില്ല. എനിക്കെപ്പോഴും ഇത് തന്നെയാണ്, ഞാൻ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയിടും. പക്ഷെ എൻ്റെ കൺമുന്നിൽ തന്നെ അത് ഉണ്ടാവും. എന്നിട്ടും ഞാൻ കണ്ണ് പരാക്കാൻ വേണ്ടി കണ്ടോ ഇപ്പോൾ കിട്ടി ബേസിക് സയൻസ്. പിന്നെ സോഷ്യലാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഫിഫ്ത്ത് വൺ സോഷ്യലാണ് വയ്ക്കാറ്. പിന്നെ സിക്സ്ത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻസ്ക്രിറ്റ്, ഞാൻ സംസ്കൃതമാണ് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് അല്ല, കുറച്ച് മുൻപേ അല്ല, എന്തൊക്കെ പറയാം, ഇപ്പം ഫിഫ്ത്ത് ഫസ്റ്റ് ഞാൻ ഇപ്പം എൻ്റെ ഓർഡർ മനസ്സിലായി. ഫസ്റ്റ് ഞാൻ മലയാളം വയ്ക്കും. പിന്നെ സെക്കൻഡ് മാത്സ് വയ്ക്കും. പിന്നെ ഇംഗ്ലീഷ് വയ്ക്കും. പിന്നെ ബേസിക് സയൻസ് വയ്ക്കും. ഫോർത്ത് വൺ ബേസിക് സയൻസ് വയ്ക്കും. ഫിഫ്ത്ത് സോഷ്യൽ വയ്ക്കും. സിക്സ്ത്ത് സാൻസ്ക്രിറ്റ് വയ്ക്കും. പിന്നെ സെവൻത്ത് ആണ് നമ്മുടെ ഹിന്ദി ഞാൻ വയ്ക്കാറ്. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല ഗൈസ്. കിട്ടി ഗൈസ്. പിന്നെ ഗൈസ് ഇതാ ഹിന്ദി ഞാൻ സെവൻത്താണ് വയ്ക്കുക. ഹിന്ദി കഴിഞ്ഞാൽ ഞാൻ വയ്ക്കുന്നതാണ് ആർട്ട് എഡ്യൂക്കേഷൻ.
ആർട്ട് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ബുക്കുണ്ട്. അതാണ് ഞാൻ വയ്ക്കാറ്. 8th ഞാൻ ആർട്ട് എഡ്യൂക്കേഷൻ വയ്ക്കുക. അയ്യോ, ഇത് ക്യാമറയുടെ മുമ്പിലെത്തി ഗൈസ്, ഭീകരം തന്നെ. പിന്നെ 9th ഞാൻ വർക്ക് എക്സ്പീരിയൻസ് ആണ് വയ്ക്കുക, വർക്ക് എക്സ്പീരിയൻസ്. 10th ഞാൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പറഞ്ഞൊരു ബുക്കുണ്ട്, അതാണ് വയ്ക്കുക. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ IT ബുക്ക് വയ്ക്കുക. ഈ AI വിദ്യ പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്, IT ബുക്കാണത്, അതും വയ്ക്കും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ടെസ്റ്റ് ഒതുക്കി വയ്ക്കാം. ടെസ്റ്റ് ഗൈസ് ഞാൻ ഇവിടെയാണ് വയ്ക്കുന്നത്, കാണുന്നുണ്ടല്ലോ അല്ലേ? അവിടെയാണ് വയ്ക്കുന്നത്. ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. എനിക്ക് ഡ്രസ് മേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വർഗമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അവിടെ ഒരു അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ പുതിയ കുടയാണ് ഞാൻ വയ്ക്കാറ്. കവറൊക്കെ ഞാൻ വീണ്ടും വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വിട്ടാണ് ഗൈസ്. അങ്ങനെ ഒരു കുടയാണ് ഞാൻ അവിടെ വയ്ക്കാറ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാൻ നോട്ട്ബുക്സാണ് വയ്ക്കുക. നോട്ട്ബുക്സും അതെ ഈ സെയിം ഓർഡറിൽ തന്നെയാണ് വയ്ക്കുക. മലയാളം, പിന്നെ മാത്സ് എവിടെയാണ്? അയ്യോ, മാത്സ് കാണാം. മാത്സ് കിട്ടി. ഇത് കണ്ടോ ഗൈസ്, എനിക്ക് എപ്പോഴുള്ള മറവിയാണ്. കൺമുമ്പിൽ ആ ബുക്ക് തന്നെ ഉണ്ടാവും, പക്ഷെ ഞാൻ മാത്സ് കാണാനല്ല പറഞ്ഞിട്ട് പറഞ്ഞാൽ തരയും. ജസ്റ്റ് മലയാളി തിങ്സ് ഗൈസ്. മലയാളിയുടെ മൊത്തം ഉണ്ടോ അത് എൻ്റെ മാത്രമാണെന്ന് ചോദിച്ചാൽ അറിയില്ല. എൻ്റെ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ, സംസ്കൃതം, ഹിന്ദി, ഇത്രയും ബുക്സാണ് നോട്ട്ബുക്സിൽ ഞാൻ വയ്ക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ റഫും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആണ് വയ്ക്കുക. എനിക്ക് 3 സെക്ഷനാണുള്ളത്: ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, എക്സെട്രാ ബുക്സ്. എക്സെട്രാ ബുക്സ് ഒന്നുമില്ല ഗൈസ്. ഞാൻ തന്നെ സ്വയം പേരിട്ട കുറച്ച് ബുക്സൊക്കെയാണ് അതൊക്കെ. എക്സെട്രാ ബുക്സ് കൊള്ളാം ഗൈസ്. ഇനി ഞാനിതാ ഈ ഒരു പെട്ടിയാണ്, ഹെലോ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു പെട്ടിയാണ് ഇവിടെ വയ്ക്കുന്നത്. ഇങ്ങനെ ഹെലോ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു പെട്ടി ആണ് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ റബ്ബറും കാര്യങ്ങളൊക്കെ, പോട്രാക്ടറും സംഭവങ്ങളൊക്കെ വെച്ച ആ ഒരു ബോക്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെരിഞ്ഞിട്ടാണോ? ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെൻ ഹോൾഡർ ആണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും സാധനങ്ങൾ അവിടെ വയ്ക്കും. പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനായി അപ്പോഴത്തേക്കും ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത വേറൊരു സെക്ഷൻ ഉണ്ട് ഗൈസ്. പ്രിങ്കിൾസിൻ്റെ പെട്ടി ഞാനത് എടുക്കണം പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഗൈസ് പ്രിങ്കിൾസ് പെട്ടി. ഓക്കെ, അപ്പോൾ അത് ആ ഒരു മുക്കിലാണ് വെച്ച് കൊടുക്കുന്നത്. ആ പെട്ടിയുടെ മുകളിലാണ് നമ്മുടെ ഈ ഒരു വലിയ ഗ്ലോ വയ്ക്കുക. അപ്പോൾ അത്രയും സെറ്റായി ഗൈസ്. ഇനി നമുക്ക് ബുക്സ് ഒതുക്കി വെക്കണം. എനിക്കിത് ഡൗട്ട് ഉണ്ട് ഗൈസ്, എവിടെ വെക്കണമെന്ന്. അപ്പോൾ ഞാനിത് മുകളിൽ കയറ്റി വെക്കണ്ട, അവിടെ വേണ്ട ഗൈസ്, പണി പാളും. അപ്പോൾ ഇനി വയ്ക്കുന്നത് അക്ഷരശ്ലോകത്തിൻ്റെ ബുക്ക്. അങ്ങനെ ഗൈസ് നമ്മൾ അച്ഛൻ അവിടെ നലമ്പുണ്ടാക്കണ വെറുതെ കോമഡിക്ക് ചെയ്യാണ് കേട്ടോ. അച്ഛന് പണ്ടേ ഉള്ളൊരു ശീല എന്തേലൊക്കെ പറയും, പക്ഷെ രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വേണം ഗൈസ്, നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ഗൈസ് അക്ഷരശ്ലോകത്തിൻ്റെ ബുക്ക്. പിന്നെ ഇതെന്തുവാ ഒരു കേസ് ബുക്ക് കൊണ്ടൊരു ബുക്സ് ഉണ്ട്. ബുക്ക് ഒരു ബുക്ക് ഉണ്ട്, അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ റഫ് ബുക്ക്. പിന്നെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണുമ്പോഴുള്ള ബുക്ക്. അങ്ങനെ പല പേരുകളിൽ പല ബുക്കുകൾ ഉണ്ട്. പിന്നെ ഗൈസ് എനിക്ക് ഞാൻ വിദ്യാരംഗത്തിനുണ്ട്, അപ്പോൾ അതിൻ്റെ
ഒരു നോട്ട്ബുക്ക് ഉണ്ട്, എഴുത്തുകൂട്ടം പറഞ്ഞിട്ടുള്ളൊരു നോട്ട്ബുക്ക് ഉണ്ട്. പിന്നെ അതൊക്കെ ഉണ്ട്, ഇതൊക്കെ സ്കൂളിൽ നിന്നിട്ടുണ്ടാണ്. പിന്നെ മൈ ഫേവറേറ്റ് ലേബ്രന്തിയ. ഇതൊക്കെയാണ് ഇവിടെ ഞാൻ വയ്ക്കാൻ പോണത്. പിന്നെ ടൈം ടേബിൾ ആണ് ഗൈസ്. ഇത് ബുക്കാണെന്ന് വിചാരിക്കും, ബട്ട് നോട്ട്സ് എ ബുക്ക്, ദിസ് ഈസ് എ ടൈം ടേബിൾ. അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ട് ഗൈസ്. ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഞാൻ തല തിരിച്ചിട്ടാണ് ഒട്ടിച്ച് വെച്ചിരുന്നത്. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെ ബുക്ക് ഞാനിതാ ഈ ഒരു അരിക്കിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു കുത്തമ്പിനാർ ഇവിടെയാണ് വെക്കുന്നത്. കുത്തമ്പിനാർ ഗൈസ്, നല്ല പേരില്ലേ. അടുത്തത് നമ്മൾ DIY ചെയ്ത് ഉണ്ടാക്കിയ നമ്മുടെ മണി ബോക്സ്. ഇത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതൊന്നെടുത്ത് കണ്ടു നോക്കൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ആയിട്ട് കുറച്ച് അൽക്കുലിത്ത ഇത് അവിടെയല്ല വെക്കണത്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വയ്ക്കാം. ഈ ഒരു സ്പേസിൽ എന്തെങ്കിലും ഒക്കെ വെക്കേണ്ടതാണ് ഗൈസ്. പിന്നെ എൻ്റെ കളർ പെൻസിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം അതും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വെക്കണത് ഇതാ ഈ ഒരു പെൻ ഹോൾഡറാണ്. ഇതൊക്കെ ഞളിങ്ങി അവിടെ കടന്നിട്ട് ഞളിങ്ങി ഇതിൽ സ്കെച്ചസും പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇവിടെയാണ് വെക്കണത്. സെറ്റായി ഗൈസ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോഴും ഇവിടെ ബാക്കി കിടക്കുകയാണ്. ഈ ഒരു ചില്ലറ പൈസയുടെ ഒരു സംഭവമുണ്ട്. ഇതിൽ മൊത്തം ചില്ലറ ആണ്. നോക്കത് കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ളൊരെണ്ണം ഉണ്ട്, അത് അവിടെ വെക്കണം. പിന്നെ എൻ്റെ ഒരു കലണ്ടർ ഉണ്ട്, പക്ഷേ അത് കാണുന്നില്ല, ഇങ്ങോട്ടാണ് പോയി. അപ്പം അത് തപ്പിയെടുത്തിട്ട് വരാം. അങ്ങനെ ഗൈസ് പൊടി പിടിച്ച് ടേബിളിൻ്റെ ചോട്ടിൽ കിടന്ന് നമ്മുടെ കലണ്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കലണ്ടർ കുട്ടപ്പനെ ഇവിടെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതും സെറ്റായി. പിന്നെയാണ് നമ്മുടെ ഈ ഒരു പശ മാത്രമുള്ളൊരു സാധനം വയ്ക്കുന്നത്. അങ്ങനെ ആ ഒരു സ്പേസും സെറ്റായി. ഇനി ഗൈസ് നമ്മുടെ ഫയൽസ് ആണ്. ഫയലുകൾ ഈ ഒരു ഭാഗത്താണ് വെക്കുന്നത്. വരുന്നില്ല ഗൈസ്, എന്തുവാ അത്? നമുക്ക് ഈ ഒരു കൈ ഉണ്ടെന്ന് ആക്കി വെക്കാം ഗൈസ്. ഇപ്പം വന്നു ഗൈസ്, ഇപ്പം വന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ അങ്ങനെ കഴിയാറായി. ഞാൻ വല്ലാതെ നീട്ടുന്നില്ല, ഇപ്പം തന്നെ ഭയങ്കര ലോങ് ആയി. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഭാഗമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഗൈസ് പൗച്ചും ആൻഡ് ജോമെട്രിക്കൽ ബോക്സ് ഗൈസ്. അപ്പോൾ അതും അതിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇടമാണ്. ഓക്കെ, അപ്പോൾ അവിടെ അത്രയും സാധനങ്ങൾ വെക്കുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതൊരു നോട്ട്ബുക്ക് ആണ്. ഇത് അതിൻ്റെ ഉള്ളിലത്തെ വേറൊരു നോട്ട്ബുക്ക്. അങ്ങനെ കുറേ നോട്ട്ബുക്ക് ഉണ്ട് എനിക്ക്. ഇതെൻ്റെ ചാനലിൻ്റെ പേരിൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ നോട്ട്ബുക്കാണ്. ഇത് ഞാൻ നോട്ടിൻ്റെ പേജസ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അങ്ങനെ കുറച്ച് നോട്ട്ബുക്സൊക്കെ ഉണ്ട്, അതും ഞാൻ ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കൊള്ളുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ കുത്തിത്തിരി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബോക്സ് ഉണ്ട്. ഞാൻ ആദ്യം ഈ ഒരു പിങ്ക് ബോക്സ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ബോക്സ് ഉണ്ട്. പിന്നെ വേറൊരു ഗ്രീൻ ബോക്സ് ഉണ്ട്. എൻ്റെ ഗ്രീൻ കുറച്ച് പിങ്കും ഗ്രീനൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ
ഒരു പൗച്ച് ഉണ്ട് ഗൈസ്, ഒരു പൗച്ച്. ഞാൻ എൻ്റെ ജേർണലിൻ്റെ ഫ്ലിപ്പ് ത്രൂ കാണിക്കാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും അങ്ങനെ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം ലുക്ക് കാണിച്ചു തരാം. ലാ 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 ലാ. ഗൈസ്, പാട്ടൊന്നും എടുക്കാൻ ടൈമില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കൊള്ളാവോ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. ബൈ ഗൈസ്.